ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങളിൽ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം ഇന്ന് ദശമസ്കന്ധത്തിലെ 36-ാമത്തെ അധ്യായം. ഭഗവാൻ അരിഷ്ടനെ വധിക്കുന്നതും ശ്രീകൃഷ്ണൻ അമ്പാടിയിലുള്ള ശ്രീകൃഷ്ണനാണ് തന്നെ വധിക്കാൻ ജനിച്ചവൻ എന്ന് മനസ്സിലാക്കി ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തന്ത്രം മെനയുന്നതും അക്രൂരനോട് മധുരയിലേക്ക് പോകാൻ പറയുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകം. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹം മാമുദ്ധര ഭവാർണവ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുഖ്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുദ്ധരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോ തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം. ജന്മാദസ്യ ത്വന്മയാദിതരതശ്ചാത്തേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാ വിനിമയോ യത്ര ത്രിസർഗോ മിശ്രാ ധാമ്നാസ്തേന സദാ ജഗത്കുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനിമുലേ യുവാപരീശ്വര സദ്യോ ഹൃദ്യവരുത്തഗേത്ര പൃഥിവീ ശുശ്രൂഷിവിദർശന. നിഗമകൽപ്പതരോർഗളിതം ഫലം യുഗമുഖാദമൃതദ്രവ സംയുതം